പ്രിയപ്പെട്ടവരെ, ഈരാറ്റുപേട്ട നഗരസഭയുടെ നേതൃത്വത്തിൽ നമ്മുടെ നാട് മുക്തമാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്ക് എന്നുള്ള നിലയിൽ നമ്മുടെ നാട്ടിലെ പുഴയോരങ്ങളും അതോടൊപ്പം പൊതു ഇടങ്ങളും ശുചീകരിക്കുക എന്നുള്ള ലക്ഷ്യം ഇവിടെ നടക്കുന്ന ഈ പരിപാടി, ഈ വലിയൊരു പ്രോഗ്രാമിന് എല്ലാവിധ അഭിവാദ്യങ്ങളും മുസ്ലിം ലീഗ് ഈരാറ്റുപേട്ട നഗരസഭാ കമ്മിറ്റിയുടെ മുനിസിപ്പൽ കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ ആദ്യമായി നേരുകയാണ്. നമുക്കറിയാം, ഈരാറ്റുപേട്ടയിലെ സന്നദ്ധ സേവകരായ സംഘടനകളെയും അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹ്യ സന്നദ്ധ സംവിധാനങ്ങളൊക്കെ ഒന്നായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈരാറ്റുപേട്ട നഗരസഭാ ഭരണസമിതി നടത്തുന്ന ഈ തീവ്രയജ്ഞം, ഇത് പൊതുജനങ്ങൾ കൂടി ഏറ്റെടുത്ത് ഇതിൻ്റെ ഒരു നല്ലൊരു പൂർത്തീകരണം ആണ് ഇവിടെ നഗരസഭ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടും വ്യക്തിപരമായ നമ്മുടെ ശുചിത്വവും ഒക്കെ ഏറ്റവും നന്നായി നിർവഹിക്കുന്ന ഒരു ജനത എന്നുള്ള നിലയിൽ അതോടൊപ്പം നമ്മുടെ പൊതു ഇടങ്ങൾ ശുചീകരിക്കുക എന്നുള്ളത് ഏറ്റവും ഗൗരവമേറിയ കാര്യമാണ്. ഈരാറ്റുപേട്ട പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ആറുകൾ ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് പോകുന്ന, നമ്മുടെ സംസ്കാരത്തെ തന്നെ ഉൾക്കൊള്ളുന്ന രണ്ട് പുഴകൾ ഒഴുകുന്ന നാടാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു മാലിന്യ തൊട്ടിയായി ഇപ്പോൾ ഈരാറ്റുപേട്ടയുടെ രണ്ട് പുഴകളും മാറിയിട്ടുള്ള എന്ന സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. ഇത് പുറത്തുനിന്ന് ആരും കൊണ്ടിടുന്ന വേസ്റ്റോ മാലിന്യങ്ങളോ അല്ല. നമ്മുടെ ഈ പ്രദേശത്ത് ഉള്ള മേഖലകളിൽ നിന്നും അതുപോലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉപയോഗിക്കുന്ന അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്നുമൊക്കെയാണ് കൂടുതലായും ഈ വേസ്റ്റ് വരുന്നത് എന്നാണ് നഗരസഭയുടെ ആരോഗ്യ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം നമ്മളിൽപ്പെട്ടവർക്കും അതിൽ വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ മാലിന്യ ഉറവിടം തന്നെ അവിടെ തന്നെ ഇത് ഒഴിവാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം. ഓരോ കെട്ടിട ഉടമകളും അവരുടേതായ സൗകര്യത്തിൽ തന്നെ ഈ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള മാർഗം നിർബന്ധമായും കണ്ടെത്തണം. അതോടൊപ്പം ഇത് നിക്ഷേപിച്ചതിന് ശേഷം ഇത് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത്, നല്ല മനസ്സുള്ള ആളുകളാണ് ഇതിന് പിന്നിൽ. ഇതിൻ്റെ ക്ലീനിങ്ങിലും ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലുമൊക്കെ ഇപ്പോൾ സേവന സന്നദ്ധരായി നാടിനു വേണ്ടി പണിയെടുക്കുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. നഗരസഭയുടെ ആരോഗ്യ വിഭാഗം വളരെ നല്ല രീതിയിൽ ഇതിൽ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും പരസ്പരം സഹകരിച്ച് നമ്മുടെ ഈ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമാവണം. ഈ പുഴയിലൂടെ ഉപയോഗിക്കുന്ന വെള്ളം, ഈ മാലിന്യം ഇടുന്നിടത്തേക്ക് തന്നെ ഈ വെള്ളം വീണ്ടും ഉപയോഗിക്കുന്നു എന്നുള്ളത് വലിയ പ്രശ്നമാണ്. നമ്മുടെ പ്രദേശങ്ങളിലുള്ള കിണറുകളിലും മറ്റും വെള്ളം ഉണ്ടാവുന്നത് ഈ പുഴകളിലെ വെള്ളം കൊണ്ടാണ്. അതുകൊണ്ട് ഈ വെള്ളം ശുചീകരിക്കുന്നതിനും നമ്മുടെ മാലിന്യ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടി നഗരസഭയുമായി ബന്ധപ്പെട്ട സന്നദ്ധ സേവന സംഘടനകളും നടത്തുന്ന ഈ വലിയ യജ്ഞത്തിൽ അവരുടെ ആ മനസ്സ് വലുതാണ്. ഈരാറ്റുപേട്ടയ്ക്ക് വേണ്ടി എല്ലാ അഭിവാദ്യങ്ങളും ഈ സേവനം നടത്തുന്ന എല്ലാവർക്കും നടത്തുന്നു. ഈരാറ്റുപേട്ട നഗരസഭ ഇതിന് മുൻകൈയെടുക്കുന്ന നഗരസഭാ ഭരണസമിതിക്കും ചെയർമാൻ ഉൾപ്പെടെയുള്ള കൗൺസിലർമാരുൾപ്പെടെയുള്ള എല്ലാവർക്കും മുസ്ലിം ലീഗ് പാർട്ടിയുടെ അഭിവാദ്യം അർപ്പിക്കുന്നു.